സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷയാണ്. PT ഉഷ. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14 ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. ഡേറ്റ് 2023 സെപ്റ്റംബർ 2. ആദിത്യ L1. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി SK വസന്തൻ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മോഹൻലാൽ. മോഹൻലാൽ ആണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈൽ? അഗ്നി 5 മിസൈലാണ് 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈൽ അഗ്നി 5. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ദക്ഷിണാഫ്രിക്കയാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പുസ്തകത്തിന്റെ പേര് ജീവിതം ഒരു പാഠപുസ്തകം. ഗോപിനാഥ് മുതുകാടിന്റെ പുസ്തകമാണ് ജീവിതം ഒരു പാഠപുസ്തകം എന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി? റഷ്യ. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിലാണ്. ദക്ഷിണ ധ്രുവം. മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി? ആശാ മേനോനാണ്. ആശാ മേനോൻ. 2024 SCO ഉച്ചകോടിയുടെ വേദി? 2024 SCO ഉച്ചകോടി വേദി കസഖ്സ്ഥാനാണ്. 2024 ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി? 2024 2018. 53ാമത് ദാദാ സാഹേബ് പുരസ്കാരം നേടിയത്? 53ാമത് ദാദാ സാഹേബ് പുരസ്കാരം നേടിയത് വഹീദ റഹ്മാൻ ആണ്. വഹീദ റഹ്മാൻ. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി? പൊൻവാക്ക്. പദ്ധതിയുടെ പേര് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. ലോക നാടക ദിനം? മാർച്ച് 27 ലോക നാടക ദിനം. മാർച്ച് 27. 2027 G7 ഉച്ചകോടിയുടെ വേദി? ഇറ്റലി. 2024 G7 ഉച്ചകോടിക്ക് വേദിയായത് ഇറ്റലി. വനിതാ ഏഷ്യ കപ്പ് 2024 വേദി? വനിതാ ഏഷ്യ കപ്പ് 2024 ശ്രീലങ്ക. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ്? കണ്ണൂർ ജില്ല. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല കണ്ണൂർ. ലോകാരോഗ്യ സംഘടന
വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഐറിസ്. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. പദ്ധതിയുടെ പേര് ആരോഗ്യ മൈത്രി. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. മരണവംശം എന്ന നോവലിന്റെ രചയിതാവ്? മരണവംശം PV ഷാജി കുമാർ ആണ്. PV ഷാജി കുമാർ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്പ്? ക്യൂ ഫീൽഡ്. ആപ്പിന്റെ പേര് ക്യൂ ഫീൽഡ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്പാണ് ക്യൂ ഫീൽഡ്. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ താരം? അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്രയാണ് ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ താരം. 2024 ജൂലൈയിൽ നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല? മലപ്പുറം ജില്ലയാണ്. മലപ്പുറം. 2024 ജൂണില് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 100ാമത്തെ രാജ്യമാണ് പരാഗ്വേ. 2024 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഏതൊക്കെയാണ്? 3 ക്രിമിനൽ നിയമങ്ങളാണ്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് 2024 ജൂലൈ 1 നിലവിൽ വന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്? മോഹൻലാലാണ്. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസമാണ്. 15 ദിവസം. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം? ആദിത്യ L1 ആണ്. ആദിത്യ L1. ലോക ജനസംഖ്യാ ദിനം 2024 തീം? ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ എന്നതാണ് 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ? രാജാജി രാഗതി ബയോസ്ഫിയർ ആണ്. ഉത്തരാഖണ്ഡില് രാജാജി രാഗതി ബയോസ്ഫിയർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം? കണ്ണൂരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ. 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയുടെ പേര്? സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം? ആട്ടമാണ്. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് ആട്ടം. 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേര്? ജെമിനി. 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് ജെമിനി. 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ കറൻസി നോട്ട്?
₹1 നോട്ടാണ്. 2024 ഓഗസ്റ്റിൽ എത്രാമത്തെ വാർഷികമാണ്? 75ാമത്തെ വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് ₹1 നോട്ട്. ഇന്ത്യയിലെ ആദ്യ അരി ATM സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM ഭുവനേശ്വറാണ്. ഭുവനേശ്വർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? ഇന്ത്യക്ക് ലഭിച്ചത് 6 മെഡലുകളാണ്. 6. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി കേരളമാണ്. കേരളം. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി? ജസ്റ്റിസ് K. ഹേമ കമ്മിറ്റി. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കറാണ്. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ആദ്യത്തെ സ്പൈസസ് പാർക്ക് തുടങ്ങനാടാണ്. തുടങ്ങനാട്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര. പദ്ധതിയുടെ പേര് ബാലമിത്ര. കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? 94%. 94%. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ശലഭം. പദ്ധതിയുടെ പേര് ശലഭം. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതി സുജലം. പദ്ധതിയുടെ പേര് സുജലം. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയാണ് സുജലം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക. ക്യാമ്പയിൻ്റെ പേര് നെല്ലിക്ക. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S. ജയശങ്കറാണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S. ജയശങ്കർ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് അമൃത്. ഓപ്പറേഷൻ അമൃത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ ജെംകോവാക് OM. ജെംകോവാക് OM. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല. മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആയിരുന്നത് ഹേമലത. ലോകസഭാ സെക്രട്ടേറിയറ്റിന് ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ മലയാളി P. മുരളീധരൻ. കൊല്ലം ജില്ലയിലെ P. മുരളീധരനാണ് ലോകസഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ മലയാളി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയെ 2024 ജനുവരിയിൽ ചുമതലയേറ്റത് ഡോക്ടർ V. അമ്പിളിയാണ്. ഡോക്ടർ V. അമ്പിളി.
മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപ നാണയം. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്? മീരാഭായിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഡിജി കേരളം. പദ്ധതിയുടെ പേര് ഡിജി കേരളം. 2024 മാർച്ചിൽ നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീന റാണി. 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി കെ റൈസ്. പദ്ധതിയുടെ പേര് കെ റൈസ്. 2024 മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ശീതൽ ദേവിയാണ്. പാരാ അമ്പെയ്ത്ത് താരം ശീതൽ ദേവി, നാഷണൽ PWD ഐക്കൺ. അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ഡിസംബർ 18. അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ഡിസംബർ 18. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ്. 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2024 ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? PV നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗുമാണ്. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? GSLV Mark II F-12 ആണ്. GSLV Mark II F-12 ആണ്. ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ MVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV Mark II F-12. ഗംഗാ നദിയുടെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഇഫ്ലോ ഇക്കോളജിക്കൽ മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയാണ്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡാണ്. G20 2024 അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ബ്രസീൽ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം PT ഉഷയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് PT ഉഷ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ P ധർമ്മജനാണ്. നോവലിന്റെ പേര് റാം കെയർ ഓഫ് ആനന്ദി. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് WIFS, വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. WIFS. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാനിലാണ്. JT60SA. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചത് 2023. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം. പദ്ധതിയുടെ പേര് ആർദ്രം. 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്?
75 രൂപയാണ്. 75 രൂപ നാണയം പുറത്തിറക്കിയത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പഴയ മന്ദിരം അറിയപ്പെടുന്നത് സംവിധാൻ സദൻ എന്നാണ്. സംവിധാൻ സദൻ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ PR ശ്രീജേഷിന്റെ ആത്മകഥയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷ. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ചെനാബ് നദിക്ക് കുറുകെയാണ്. ചെനാബ് നദി. ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. എവിടെ നിന്നും? ശ്രീഹരിക്കോട്ടയിൽ നിന്നും. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 സൂചിപ്പിക്കുന്നത് ലഗ്രാഞ്ചിയൻ പോയിന്റിനെയാണ്. ലഗ്രാഞ്ചിയൻ പോയിന്റ് 1. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. പദ്ധതിയുടെ പേര് കെടാവിളക്ക്. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ 107. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മലയാളി ഗോളി PR ശ്രീജേഷിന്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ. വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടിയാണ് ബാല, ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് K-Lift. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. K-Lift. അടുത്തിടെ GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. നിലമ്പൂർ തേക്ക്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലിബ് ഫൗണ്ടേഷന്റെ 2024 ചിത്രകല പുരസ്കാരം നേടിയ മലയാളി പ്രദീപ് പുത്തൂർ ആണ്. പ്രദീപ് പുത്തൂർ. 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് MN കാരശ്ശേരിയാണ്. MN കാരശ്ശേരി. കടലാക്രമണം, കടൽക്ഷോഭം എന്നിവ മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് പുനർഗേഹം. പദ്ധതിയുടെ പേര് പുനർഗേഹം. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഇന്ത്യ. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരിയാണ് സഞ്ജന ഠാക്കൂർ. സഞ്ജന ഠാക്കൂർ. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. സംവിധാനത്തിന്റെ പേര് കവചം. 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുള്ള 2 പക്ഷി സങ്കേതങ്ങളാണ് നാഗി, നക്തി എന്നിവ. നാഗി, നക്തി എവിടെയുള്ള പക്ഷി സങ്കേതങ്ങളാണ്? ബീഹാറിലുള്ള പക്ഷി സങ്കേതങ്ങളാണ്. ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനമാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 2024 UFC വനിതാ സ്ട്രോവെയ്റ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരം പൂജ തോമറാണ്. പൂജ തോമർ.
അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തപ്പെട്ട ഗർത്തങ്ങൾക്ക് നൽകിയ പേര് ലാൽ, മുർസാൻ, ഹിൽസ എന്നിവയാണ്. ലാൽ, മുർസാൻ, ഹിൽസ. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. പദ്ധതിയുടെ പേര് കളിത്തട്ട്. നാടൻ കലകളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. പഠനത്തിലെ അറിവുകൾ വിപണിയുമായി ബന്ധിപ്പിക്കാൻ 2024 ജൂണിൽ സ്റ്റാർട്ടപ്പ് സെൽ ആരംഭിച്ച സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാലയാണ്. കേരള സാങ്കേതിക സർവകലാശാല. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആർ ശ്യാം കൃഷ്ണൻ. മീശക്കള്ളൻ എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ആർ ശ്യാം കൃഷ്ണൻ. ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് കാർലോസ് അൽക്കാരസ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ഈഗ സ്വീഡക്. പോളണ്ട് താരം ഈഗ സ്വീഡക്. ഇറാനിലെ ജബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം ഇന്ത്യയാണ്. ഇറാനിലെ ജബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യമാണ് ഇന്ത്യ. രാജ്യത്ത് ആദ്യമായി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സ്ഥലം ചെതലയമാണ്. വയനാട് ജില്ലയിലെ ചെതലയം. സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ആരംഭിച്ച പദ്ധതിയാണ് കാവ. പദ്ധതിയുടെ പേര് കാവ. ഗാന്ധിജി ഉൾപ്പെടെ ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സുപ്രധാന സംഭാവനകൾ നൽകിയ 15 നേതാക്കളുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് വളപ്പിലെ സ്ഥലമാണ് പ്രേരണാസ്ഥൽ. പ്രേരണാസ്ഥൽ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം റഷ്യ. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുല്ലമ്പാറയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ. PG ദേശീയ പുരസ്കാരത്തിന് അർഹനായത്. PG ദേശീയ പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ റൊമീല ഥാപ്പർ ആണ്. പ്രൊഫസർ റൊമീല ഥാപ്പർ. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇമോചൻ ക്ലിനിക്കുകൾ. ഈ വർഷത്തെ കേളപ്പച്ചി പുരസ്കാരത്തിന് അർഹനായത് PV ചന്ദ്രൻ. PV ചന്ദ്രൻ. ഈ അടുത്ത കാലത്ത് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന. ചുഴലിക്കാറ്റിന്റെ പേര് ഡാന. ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതി ഐശാന്ത് അസീമ. ഐശാന്ത് അസീമ. തീരരക്ഷാസേന മേധാവിയായിട്ട് ചുമതലയേറ്റത് പരമേശ് ശിവമണിയാണ്. പരമേശ് ശിവമണി. സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയി പ്രഖ്യാപിക്കപ്പെട്ടത് മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സന്ധ്യ ജയേഷ് പുളിമാത്താണ്. ദയാവധം എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹയാക്കിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹോൾ ഓഫ് ഫെയിം പുരസ്കാരത്തിന് അർഹയായത് നീതു ഡേവിഡ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹോൾ ഓഫ് ഫെയിം പുരസ്കാരത്തിന് അർഹയായത് നീതു ഡേവിഡ്.
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാംദാർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയാണ്. ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി യോഗത്തിന് വേദിയായത് ഭാരത് മണ്ഡപം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ് 6A ആണ്. 6A. 2024 ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത് S. സോമനാഥ്. 2024 ലോകമാന്യ തിലകൻ നാഷണൽ അവാർഡിന് അർഹയായത് സുധാമൂർത്തിയാണ്. ലോകമാന്യ തിലക് നാഷണൽ അവാർഡിന് അർഹയായത് സുധാമൂർത്തി. കർണാടകയിലെ രാമനഗര ജില്ലയുടെ പുതിയ പേര് ബംഗളൂരു സൗത്ത്. ബംഗളൂരു സൗത്ത്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ DC. വാഷിംഗ്ടൺ DC. സപ്ലൈകോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് PB നൂഹ് ആണ്. PB നൂഹ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആസാമിലെ പിരമിഡ് മാതൃകയിലുള്ള ശവകുടീരങ്ങളാണ് ചൈറൈദിയോ മൈദാം. ചൈറൈദിയോ മൈദാം എവിടെയുള്ളതാണ്? ആസാമിലാണ്. ഇന്ത്യയുമായി സാംസ്കാരിക സ്വത്തവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം USA. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത് MK സാനു. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ MK സാനു. 2024 കേന്ദ്ര ബജറ്റിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയാണ് NPS വാത്സല്യ. പദ്ധതിയുടെ പേര് NPS വാത്സല്യ. 2024 കേന്ദ്ര ബജറ്റിൽ ഗോത്ര മേഖലയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാൻ മന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ. പ്രധാൻ മന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ. ഊർജ മേഖലയുടെ വികസനത്തിന് സ്വകാര്യ മേഖലയുമായി ചേർന്ന് രാജ്യത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആണവ റിയാക്ടറുകൾ അറിയപ്പെടുന്നത് ഭാരത് സ്മോൾ റിയാക്ടറുകൾ എന്നാണ്. ഭാരത് സ്മോൾ റിയാക്ടറുകൾ. ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ കേരളത്തിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? തിരുവനന്തപുരത്താണ്. പ്രധാനമന്ത്രി ഏകതാ മാൾ തിരുവനന്തപുരം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് B. സുധീന്ദ്ര കുമാർ. ജസ്റ്റിസ് B. സുധീന്ദ്ര കുമാർ. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായിട്ട് നിയമിതനായത് PT ബാബുരാജാണ്. PT ബാബുരാജ്. 2024 ഒക്ടോബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ.
2024 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് KS ചിത്ര, ഉത്തം സിംഗ് എന്നിവർക്കാണ്. KS ചിത്ര, ഉത്തം സിംഗ്. ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. 2024 ഫെമിന മിസ് ഇന്ത്യ പട്ടം നേടിയത് നികിത പോർവാൾ. KSEBയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് ധ്രുതി. പദ്ധതിയുടെ പേര് ധ്രുതി. ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായിട്ട് നിയമിതയായത് രശ്മിക മന്ദാന. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കുന്ന പദ്ധതിയാണ് നൻഹെ ഫരിസ്തെ. പദ്ധതിയുടെ പേര് നൻഹെ ഫരിസ്തെ. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 സിനിമകളുടെ സമാഹാരമായി പുറത്തിറങ്ങിയ ആന്തോളജി സീരീസാണ് മനോരഥങ്ങൾ. സീരീസിന്റെ പേര് മനോരഥങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ വനിത മനു ഭാക്കറാണ്. മനു ഭാക്കർ. ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്നും ആദ്യ ബഹിരാകാശം നടത്താൻ തെരഞ്ഞെടുത്ത വ്യക്തി ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത്. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. 2024 പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡിന് അർഹനായത് ആനന്ദ് ദർശൻ ശങ്കർ. 2024 രാജ്യാന്തര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി ആരംഭിച്ച ജില്ല കൊല്ലം. പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം അവനി ലേഖറ. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബാലവേലയുള്ള സംസ്ഥാനമാണ് തെലങ്കാന. അംബിക സുധൻ മങ്ങാടിന്റെ ഏറ്റവും പുതിയ നോവലാണ് അല്ലോഹലൻ. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നത് KJ യേശുദാസ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഉറപ്പുവരുത്താൻ സംസ്ഥാന ഹോമിയോ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. പദ്ധതിയുടെ പേര് സീതാലയം. ആരംഭിച്ചത് ഹോമിയോ വകുപ്പ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഹീരാലാൽ സമരിയ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി ഹരി നായർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതി ദേവി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധാൻ. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന്റെ സർവേ നടത്തിയ ആപ്പ് ശൈലി ആപ്പ്. ആപ്പിന്റെ പേര് ശൈലി. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം നേപ്പാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജ് ആണ്. പ്രൊഫസർ BR കമ്പോജ്. കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോസസ്സറാണ് കൈരളി. പ്രോസസ്സറിൻ്റെ പേര് കൈരളി. വികസിപ്പിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാല.
2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS. GST കൗൺസിൽ ചെയർമാൻ നിർമ്മല സീതാരാമൻ. 2026 ലോകകപ്പ് എവിടെ വെച്ചാണ് നടക്കുന്നത്? അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായിട്ടാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. അവസാനത്തെ ചോദ്യമാണ്, 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ ആണ്. ഓപ്പൺഹൈമർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.